ഈ കൂറ്റൻ ബോർഡേന്തി പ്രവർത്തകർ വീട് കയറുന്നത് കണ്ട് അമ്പരക്കേണ്ട. ജില്ലാ പഞ്ചായത്തിലെ പാട്യം ഡിവിഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥിയായ കാരായി രാജന്റെ പ്രചാരണമാണിത്. ഫസൽ വധക്കേസിൽ പ്രതികളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും മത്സരിക്കുന്നുണ്ടെങ്കിലും ജാമ്യവ്യവസ്ഥകൾ പ്രകാരം ഇരുവർക്കും ജില്ലയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകർ വേറിട്ട മാർഗം കണ്ടെത്തിയത്. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം കയറി സ്ഥാനാർത്ഥി എത്താത്തതിനെക്കുറിച്ച് നേതാക്കളുടെ ചെറിയ വിശദീകരണം. എറണാകുളം ജില്ല വിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് വരാൻ വേണ്ടി സാധിക്കാത്ത അന്തരീക്ഷമാണുള്ളത്. അപ്പം അതുകൊണ്ടാണ് രാജന് വേണ്ടി കൂടി പാർട്ടി പ്രതിനിധികളും ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരും എല്ലാം വോട്ടിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ രാജൻ വന്നതുപോലെ നിങ്ങൾ കണക്കാക്കണം, രാജൻ വോട്ട് അഭ്യർത്ഥിച്ചതായി നിങ്ങൾ കണക്കാക്കണം. സ്ഥാനാർത്ഥികളില്ലെങ്കിലും പ്രചാരണത്തിൽ അവരുടെ അസാന്നിധ്യം അറിയുന്നേയില്ലെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. ഫിസിക്കലായിട്ട് സ്ഥാനാർത്ഥി ഇവിടെ ഇല്ലെങ്കിലും ഈ മണ്ഡലം മുഴുവൻ, ഈ ജില്ലാ പഞ്ചായത്ത് മണ്ഡലം മുഴുവൻ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു, ജനങ്ങൾക്കും തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന പാട്യം ഗോപാലൻ ജയിലിൽ കിടന്ന് മത്സരിച്ചതിനോടാണ് കാരായി രാജന്റെ മത്സരത്തെ ഉപമിക്കുന്നത്. കാരായിമാർ രംഗത്തില്ലെങ്കിലും ഈ വാർഡുകളിൽ പ്രചാരണ രംഗത്ത് ഒപ്പമെത്താനുള്ള ഓട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ. ക്യാമറ പേഴ്സൺ ഷിജിത്ത് കണ്ണോമിനൊപ്പം PL കിരൺ, മീഡിയ 1 കണ്ണൂർ.